ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെ സാധാരണ പലപ്പോഴും ആളുകൾ വന്ന് വെല്ലുവിളിക്കാറുണ്ട്. എന്തിനാണ് വെല്ലുവിളിക്കുന്നതെന്ന് അവർക്കും അറിയില്ല. എന്നാലും ചുമ്മാ ഇവരൊന്ന് വെല്ലുവിളിക്കും. എന്നിട്ട് ഡിബേറ്റിനുണ്ടോ, ആരോട് ഡിബേറ്റിനുണ്ടോ എന്നിട്ട് ഏതെങ്കിലും ഒരു മതപുരോഹിതന്റെ പേര് പറയും. ഈ മതപുരോഹിതനോട് ചലഞ്ചിനുണ്ടോ എന്ന് ചോദിക്കേണ്ടത് ആ മതപുരോഹിതനുണ്ട്. നമ്മളിതിനെ കീലേരി അച്ചുവാകാൻ നടക്കുന്നു. നമുക്കും പോന്ന കൊക്കിലൊതുങ്ങിയത് കൊത്തിയാ പോരെ, നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഏറ്റെടുത്താ പോരെ. ഇപ്പോ മതപരമായി അറിവുള്ള ആളുകൾ ആ വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതി. ഇത് മദ്രസയുടെ പോലും മുറ്റം കണ്ടിട്ടില്ലാത്ത ആളുകൾ വന്നിട്ട് നമ്മളൊക്കെ പറയുന്ന വിഷയങ്ങൾക്ക് മറുപടിയുമായിട്ട് വരുന്നു. അവരോട് തിരിച്ച് മറുപടി പറയാൻ നിന്നാൽ നമ്മുടെ നിലവാരം എന്താകും? നമുക്ക് എത്ര എഫേർട്ട് വേണ്ടി വരും? നമ്മൾ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർക്ക് കഴിയണ്ടേ. അങ്ങനെയുള്ളവരോടല്ലേ വെല്ലുവിളിക്കാൻ പാടുള്ളൂ. ചില ആളുകൾ അന്ധമായി ചിലരോടങ്ങ് വിരോധമാണ്, അത് വെച്ച് പുലർത്തും. കഴിഞ്ഞ ദിവസം റീന ഫ്രാൻസിസ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഏതോ ഒരു മാഹീനെ കുറിച്ചിട്ട്. ആ മാഹീൻ്റെ ചെകിടടിച്ച് പൊളിക്കുമെന്നും ആ മാഹീൻ പറഞ്ഞു ഞാൻ ചെകിട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം, അതിലേക്കൊന്നും നമ്മൾക്ക് കിടക്കണ്ട. എന്നിട്ട് അവര് നോക്കിയതാ. അപ്പൊ ഇദ്ദേഹം വന്നു, എവിടെയോ നിന്നിട്ടൊരു ലൈവ് ഇട്ടു. ഞാനിത് പറയാൻ കാരണം, മുമ്പൊരിക്കൽ എന്നെ ഒരു പെൺകുട്ടി ചലഞ്ചിന് വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ അത് അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് പാരായണം ചെയ്ത് ഒന്ന് റെക്കോർഡ് ചെയ്യും. കാരണം അതെങ്കിലും അറിഞ്ഞെങ്കിലല്ലേ നമുക്കൊരു കാര്യം അവരോട് സംസാരിക്കാൻ പറ്റും. മുമ്പൊരിക്കലും ഞാൻ ഷിറാഫ് എന്നൊരു യുവാവുമായിട്ടൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അന്ന് തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞു അയക്ക് ഖുർആനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. ഈമാൻ കാര്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ പോലും ആൾക്കറിയില്ല. ഇത്തരക്കാരോട് ഡിബേറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയവും എഫേർട്ടും വേസ്റ്റ് ആകുമെന്നല്ലാതെ എന്ത് കാര്യം? അത്തരക്കാർക്ക് മറുപടി പറയാനോ അവർ പറയണത് കേൾക്കാനോ ഞാൻ പോകാറില്ല കേട്ടോ, അത് വേറെ. അപ്പോൾ ഈ വ്യക്തി വന്ന് ഇസ്രായേലിലുള്ള ആൾ തന്നെയാണ്. ഇസ്രായേലിനകത്തിരുന്നിട്ട് തന്നെ ഇസ്രായേലിനെതിരായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നതിനെതിരെയാണ് റീന ഫ്രാൻസിസ് ആ വിഷയത്തിൽ സംസാരിക്കുന്നത്. കാരണം മുമ്പ് നമുക്കറിയാം, ഒരു കുടുംബം, ഒരു ഉമ്മയും ഒരു മകളും ഒക്കെ കൂടി താമസിക്കുന്ന ഒരു ഫാമിലി, ഒരു ഫ്ലാറ്റാണ്. അവരവിടെ ഇരുന്നിട്ട് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ ആർമി വന്നിട്ട് അവരെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കി. എന്നിട്ട് പറഞ്ഞു പോയിക്കോ, നിങ്ങൾക്ക് ഗാസയിലേക്ക് പോയി ജീവിക്കാം, ഇവിടെ പറ്റില്ല. ഈ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേര്, ഈ രാജ്യത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പിടിച്ചു പറ്റിയിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇസ്രായേലിന്റെ മിലിറ്ററി വന്നിട്ട് അവരെ വീട്ടിന് വെളിയിൽ ഇറക്കിയത്. അതാണ് ഇസ്രായേലിന്റെ നിയമം. ആ രാജ്യത്തിരുന്നിട്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് ഇസ്രായേൽ എണ്ണുന്നത്. ഈ വ്യക്തി ഒരു മലയാളിയാണ്. ഇസ്രായേലിൽ ഇരുന്നിട്ട് ഇസ്രായേലിനെതിരെ വീഡിയോ ചെയ്തതിനെ സംബന്ധിച്ചിട്ടാണ് റീന ഫ്രാൻസിസ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് റീന പറയുന്ന ചില വാക്കുകളുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. മതിലി വന്നിട്ട് ഒരു മിനിറ്റ് നീ വിലാപം മതിലി വരാനല്ലേ? ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരൂശലേമിൽ നിന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ലൈവ് പ്രത്യേകിച്ചും മാഹിന് വേണ്ടിയിട്ടാണ് ഈ ലൈവ് ഞാൻ ചെയ്യുന്നത് തന്നെ. സാധാരണ ഞാൻ പൊതുവെ ലൈവേ ചെയ്യാറുള്ളൂ. ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന പൊതുവെ എനിക്ക് ശീലം കുറവാണ്. യൂട്യൂബ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ യൂട്യൂബിൽ ചില സ്ഥലങ്ങളൊക്കെ വ്യക്തമായി കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ യൂട്യൂബിൽ എന്ത് ചെയ്യാറുണ്ട്, വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പോഴല്ല മുമ്പ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഞാൻ റിയൽ ലൈഫാണ്. ഞാൻ ലൈവിലാണ് വരുന്നത്, ലൈവിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പോകുന്ന ഓരോ സ്ഥലങ്ങളും ലൈവായിട്ട് തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 5.5 വർഷമായിട്ടും ഒരു ദിവസം പോലും അതിന് കുറവ് വന്നിട്ടില്ല. അപ്പോൾ മാഹിയും ഒറ്റത്തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാണ് ഒരു റീലൊക്കെ ഇറക്കിയത്? ഞാൻ നിന്നെ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാപം മുതൽ വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞാൽ? നീ പല തന്തയ്ക്ക് ഉണ്ടായവനാണെന്ന്, നിന്റെ അമ്മ വന്നിക്കാൻ നിന്നെ കൊതം കൊടുത്ത് പ്രസവിച്ചിട്ടെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് റീലൊക്കെ ഇട്ട് വന്നാൽ അതെങ്ങനെയാ മാഹിനെ ശരിയാവുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക. എടാ, റീൽ അല്ലടാ റീല് വേറെ, റീല് വേറെ. മാഹി എന്ന് പറയുന്ന ഗുണ്ടനോടാ ഞാൻ പറയുന്നത്. ഗുണ്ടനായിരിക്കുന്നതൊക്കെ മനുഷ്യർക്ക് പറ്റും. നിന്നെപ്പോലുള്ളവന്മാർ ഗുണ്ടനാകാതിരുന്നാൽ തന്നെ ഉള്ളൂ അതിശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുണ്ടൻ മാഹിനോടല്ല ഞാൻ സംസാരിക്കുന്നത്. തന്തയ്ക്ക് പറഞ്ഞ മാഹിനുണ്ടെങ്കിൽ അവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഗുണ്ടൻ മാഹിനും നിന്റെ അമ്മ വന്നിക്ക് കൊതം കൊടുത്ത് ഉണ്ടാക്കിയിട്ട മാഹിനോടല്ലടാ ഞാൻ സംസാരിക്കുന്നത്. തന്തയ്ക്ക് പറഞ്ഞ മാഹിനുണ്ടെങ്കിൽ അവൻ പാടാ ലൈവില്. നീ വിലാപം അതിൽ വന്നിട്ട് 1 മിനിറ്റും 1 സെക്കൻഡുമുള്ള റീലെടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീലയുടെ 2 കരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നീ 1 മിനിറ്റ് റീൽ എത്ര സമയം കൊണ്ട് എടുത്തു, ഏത് സമയം കൊണ്ട് എടുത്തു എനിക്ക് വല്ല അറിയാമോ? നീ ഏത് സമയത്താ നീ യെരൂശലേമിൽ വന്നതെന്നും വിലാപ മതിലിൽ വന്നതും ഞാനിങ്ങനെ മേടിച്ചു കാണാൻ ഞാൻ വല്ല കണിയാനുമാണോ? എടാ, ഞാൻ വിലാപ മതിലിൽ ലൈവുകൾ ചെയ്യുമ്പോഴും ഞാൻ യെരൂശലേമിൽ ലൈവ് ചെയ്യുമ്പോഴും 1 മണിക്കൂറും 2 മണിക്കൂറും ലൈവാ ചെയ്യുന്നത്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ യെരൂശലേമിൽ വിലാപ മതിലെടുത്ത് ലൈവ് വരാം. 1 മണിക്കൂർ ഞാൻ ലൈവ് വരാം, സമയം പറഞ്ഞ് ഞാൻ ലൈവ് വരാം.
ആ സമയത്ത് നിനക്ക് പറ്റുമെങ്കിൽ അവിടെ വാ, തന്തയ്ക്ക് വന്നവനാണെങ്കിൽ. അല്ലെങ്കിൽ നീ ലൈവ് വാടാ, നീ ലൈവ്. എനിക്ക് 15 മിനിറ്റ് മതി നിന്നെ റീച്ച് ചെയ്യാനായിട്ട്. നീ എവിടെ ഉണ്ടെങ്കിലും യെരുശലേമിന്റെ ഏതെങ്കിലും ഭാഗത്ത്, നീ വിലാപത്തിന്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ 15 ലൈവ് വാ, 1 മണിക്കൂർ ലൈവ് വാ. ഞാൻ അവിടെ റീച്ച് ചെയ്തോളാം നിന്റെ അടുത്തേക്ക്. എന്നിട്ട് നിന്റെ 1 കരണം അടിക്കണോ 2 കരണം അടിച്ച് പൊട്ടിക്കണോ എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കാം. അല്ല, നീ തന്തയ്ക്ക് പറക്കാത്തവനല്ലെന്ന് നിന്റെ അമ്മ വന്നിക്ക് കൊതം കൊടുത്ത് നീ ഉണ്ടാക്കിയിട്ടെന്ന് പറയാൻ വേണ്ടി ഒരു റീലുമായിട്ട് നീ വന്നിട്ട് കാര്യമുണ്ടോ? ഇത് കാണണം നിങ്ങൾ ജസ്റ്റ് കണ്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ മാഗി തന്തയ്ക്ക് ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കർണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ പിന്നെ നീ 2 മണിക്കൂർ ഉണ്ടാക്കാനായിട്ട് നീ ബോധം കൊടുത്തോണ്ടിരിക്കുകയാണ്. 2-3 മണിക്കൂറോടെ കഷ്ടം. ഏത് സമയത്താ? കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ അയ്യോ ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി ജെറുസലേം ഇട്ടു. ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കർണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേച്ചിയുടെ കർണത്തടി മേടിക്കാൻ വേണ്ടി യെരുശലേമിൽ ഒളിച്ചും പാത്തും വന്നിരുന്നിട്ട് ഒരു വീലിട്ടിട്ട് ആളെ കളിക്കാൻ നോക്കുക. ചേച്ചിയുടെ കർണത്തടി മേടിക്കാൻ 2 കർണവും കാണിക്കാനായിട്ട്. ഷമീർ ചിറ്റക്കള്ളൻ. ആദ്യം നീ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വാ, നമുക്ക് ചിറ്റക്കള്ളും ചോർന്ന കല്ലും പറയാം. അല്ലാതെ 2 മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ 3 മണിക്കൂറുണ്ട്. നീ ഇവിടെ യെരുശലേമിലുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാനാണോ ഞാൻ കളിയാണിക്കുക? നീ ഇവിടെ ലൈവ് ഇടുന്നത് പോലെ നീ ഇസ്രായേലിൽ വന്നിട്ട് പോയിട്ട് നീ ലൈവ് ഒരു മണ്ണാൻ കെട്ടിയോ ഒരു വീഡിയോസോ നീ ഇറക്കുന്നില്ല. നീ പേടിച്ചരണ്ടിരിക്കുക. എടാ വിവരം കെട്ടവൻ നിനക്കൊരു കാര്യം അറിയത്തില്ലേ? ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിച്ചുകൊണ്ട് ആ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ ആ രാജ്യത്തിന് രാജ്യവിരുദ്ധ കുറ്റമാണ് നീ ചെയ്യുന്നത്. നീ ഇവിടെ വന്നിട്ട് വീഡിയോകൾ മുഴുവനും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിന്നെ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ട് നീ ചെയ്ത വീഡിയോകളെല്ലാം. കാരണം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിനകത്താണ് നീ തലയിടുന്നത്. ആ രാജ്യത്തിനകത്ത് ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആ ആക്രമണം ഉണ്ടാക്കിയിട്ട് പോയിട്ടും നീ നാട്ടിലിരുന്ന് ഹമാസ് തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തു, ഹമാസ് തീവ്രവാദികൾക്ക് കുഴലൂതി കൊടുത്തു, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ നീ നാട്ടിലിരുന്ന് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന മണ്ണിനകത്ത് കയറി ഇരുന്നുകൊണ്ട് ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വിരോധമായിരുന്നുകൊണ്ട് നീ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നീ അത്രയ്ക്കും പൊട്ടനാണ്, നീ കുണ്ടനാണെന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. നിന്റെ കർണം അടിച്ച് പൊളിക്കൂന്ന് പറഞ്ഞാൽ നിന്നെ നേരിട്ട് കണ്ട ഓർഡറായിട്ട് ഉറപ്പായിട്ട് ഞാൻ നിന്റെ കർണം അടിച്ച് പൊളിക്കും, അത് വേറെ വിഷയം. പക്ഷെ നീ അതിന് ലൈവ് പാടാ. നീ ഒരു റീലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കറിയാൻ പറ്റും നീ എപ്പോൾ വന്നു ഏത് സമയത്ത് വന്നു എന്ന് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? നിനക്കൊരു കാര്യം അറിയാമോ മാഗിനെ? നീ കളിക്കുന്നത് നീ സംസാരിക്കുന്നത് കുട്ടിക്കളിയല്ല ലൈഫ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഇസ്രായേലിൽ വന്ന സമയത്ത് എന്നെ തീർക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദികൾ കൊട്ടേഷൻ കൊടുത്തതാ എന്നെ കൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഇന്ത്യയുടെ എന്താ പറയുന്ന ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് റോയാണത് കണ്ടെത്തിയത്. എന്റെ പേരും സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ പേരും ഇവന്മാർ തീവ്രവാദികൾക്ക് കൊടുത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ട് വിളി വന്നതാണ്. ആ കേരളത്തിലോട്ട് വിളിച്ച് അപ്പൊ തന്നെ അവർ ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കയ്യിലെടുത്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞതാണ്, സഹോദരി നിങ്ങളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ജെറുസലേമിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ പേര് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് തീവ്രവാദികൾക്ക് നിങ്ങളെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വളരെ വ്യക്തമായി അവർ തെളിവ് സഹിതം എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. എടാ ഞാൻ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവളായതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ലൈവിൽ പോയി എവിടെയാണ് ഹമാസ് തീവ്രവാദികളുടെ കോട്ട എന്ന് മനസ്സിലാക്കിയിട്ട് 2-2.5 മണിക്കൂർ അവിടെ തന്നെ ലൈവ് ചെയ്ത് എന്റെ ലൈവ് ലൊക്കേഷൻ കൊടുക്കടാ, എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തവന്മാരെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ലൈവിലേക്ക് പോയവളാണ്. അത് കേട്ട പാടെ കേൾക്കാതെ പാടെ അവന്മാരുടെ കോട്ടയ്ക്കകത്ത് തന്നെ ഇരുന്ന് സ്ഥിരമായി ലൈവ് ചെയ്യുന്നവളാണ് ഞാൻ. എന്നെ കൊല്ലണം എന്ന് താല്പര്യമുള്ളവന് 5 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയുണ്ട്. അങ്ങനെ ലൈവ് വരുന്നവളാണ് ഞാൻ. അല്ലാതെ നിന്നെയൊക്കെ പോലെ ഒളിച്ചും പാത്തും കയറി ഒരു റീൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ 3 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 5 മണിക്കൂർ, നീ 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ നീ മാളത്തിക്കയറി ഒളിക്കും. നീ ആര്യ സിൻവാറിന്റെ എന്തുവാ ഈ ഹമാസ് എന്ന് പറയുന്ന പെരിച്ചാളിയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായോ? നീ യാഹിയ സിൻവാറിന്റെ പെരിച്ചാളിയുടെ ഇനത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി. ഈ ഇസ്രായേൽ വന്ന പാടെ നീ അണ്ടർഗ്രൗണ്ടിനകത്ത് ഒളിക്കുകയല്ലേ ചെയ്തത്? നീ അണ്ടർഗ്രൗണ്ടിനകത്ത് ഒളിക്കുകയല്ലേ ചെയ്ത്? ഇവിടുത്തെ വീഡിയോകളെല്ലാം നീ ഷെയർ ആക്കിയോ? ഇല്ലല്ലോ. നീ എല്ലാ രാജ്യത്തും പോകുന്ന നടക്കത്തുള്ള ആവേശമല്ലല്ലോ ഇസ്രായേൽ വന്ന് നീ തുടക്കാലങ്ങൾ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അസ്കർ മലിംഗോദൻ അത് നീ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അസ്കർ മലിംഗോദൻ സ്വന്തം എന്നാലും തന്തയ്ക്ക് വന്നവന്മാരൊക്കെ പ്രൊഫൈലൊക്കെ ഇട്ട് തെറി വിളിക്കണം. നിനക്കൊക്കെ എന്നെ തെറി വിളിക്കാൻ ഭയങ്കര മോഹമാണെങ്കിൽ ഞാനല്ലേ പറയുന്നത്? ഞാൻ ഇവിടെ തന്നെയുണ്ട്, ലൈവിലാണ് സംസാരിക്കുന്നത്. എന്റെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടോ സ്വന്തം പ്രൊഫൈലിട്ട് വരാനായിട്ട്? അങ്ങനെയുള്ളവന്മാരെ തെറി വിളിച്ചാൽ മതി. അല്ലാതെ ഒളിച്ചും പാത്തും മാഗിനെ പോലെ കൊതം ഭോഗിക്കുന്നത് പോലെ ബാക്കിൽ കൂടി കയറി ഒളിച്ചു വന്നിട്ട് പോകും. അത് ശീലമായി പോയില്ലേ? നമുക്ക് ശീലമായി പോയില്ലേ? ഇസ്രായേലിൽ ഒരു ചേച്ചി കർണം അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെയുണ്ട് ചേച്ചി, ഞാൻ ജെറുസലേമിൽ വന്നിട്ട് ഓടിയതാ. നീ ജെറുസലേമിൽ വന്നിട്ട് ഓടാൻ ഞാൻ എന്നോട് പറഞ്ഞു. നീ ജെറുസലേമിൽ തന്നെ കിടാ. നീ ഇന്നലെ ലൈവ് വീഡിയോ ഇടാതിരിക്കുന്ന. നീ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടാറില്ല, നീ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാറില്ല, നീ റീൽസ് ഇട്ട് കളിച്ചിട്ട് കാര്യമില്ല. റീൽസ് അല്ല ലൈഫ് മോനെ, ലൈഫ് വേറെ റീൽസ് വേറെ, മനസ്സിലായോ? അതുകൊണ്ട് നിന്നോട് ഞാൻ ഇപ്പോഴും പറയാം, നിന്റെ അമ്മ പന്നിക്ക് കൊതം കൊടുക്കാതെ നിന്നെ ഉണ്ടാക്കിയെങ്കിൽ നീ ലൈവ് വാ. വിലാവ് മതിൽ വന്ന് നീ ഒരു ലൈവ് വാ. ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആ ഭാഗത്ത് നീ ലൈവ് ചെയ്താൽ മതി. ഞാൻ അപ്പൊ തന്നെ റീച്ച് ചെയ്തോളാം.
നിന്റെ അടുത്തേക്ക്. കാരണം ഞാൻ യെരൂശലേമിലാണ്. ഞാനൊരു ടാക്സി പിടിച്ചാണെങ്കിൽ ഞാൻ നിന്റെ അടുത്തോട് റീച്ച് ചെയ്തോളാം. എന്ത് പറയുന്നു? നിനക്ക് ലൈവ് വരാൻ പറ്റുമോ? ലൈവ് വാ. അല്ല, നീ റീൽസ് ഇട്ട് കളിക്കാനുള്ള കൊട്ടക്കളിയല്ല ലൈഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ കണ്ണടിച്ച് പൊളിക്കൂ എന്നുള്ളത് നിനക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് റീന അങ്ങനെ പറയേണ്ടി വന്നത്? ചുമ്മാ കാണുന്ന ഒരാളുടെ കണ്ണടിച്ച് ആരെങ്കിലും പൊളിക്കുമോ? ഇല്ലല്ലോ മാഗീനെ. ചുമ്മാ കാണുന്നവരുടെ ആരെങ്കിലും കണ്ണടിച്ച് പൊളിക്കുമോ ആരെങ്കിലും? അല്ല. മാഗീനെ കണ്ടു കിട്ടിയോ? ആർക്കറിയാം അവൻ യാഗിയ സിൽവാർ ഒളിച്ചിരുന്ന അണ്ടർഗ്രൗണ്ടിനകത്ത് ഹമാസിന് ബോധം കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇസ്മായിൽ MD ചെറ്റയെന്ന് ആര്? മാഗിനെയോ? അവൻ ചെറ്റ തന്നെയാണ്. മനസ്സിലായോ? ഹമാസ് തീവ്രവാദികളെ പോലെ ഒളിച്ചിരിക്കാൻ, അണ്ടർഗ്രൗണ്ടിൽ കയറി ഒളിച്ചിരിക്കാനുള്ളതല്ല. ഞാൻ ഇന്നും എനിക്ക് തീവ്രവാദികളുടെ കൊണ്ട് എനിക്ക് ഇപ്പോഴും എനിക്ക് ഭീഷണിയുള്ളത് തന്നെയാണ് എന്റെ ജീവന്. എന്നാൽ പോലും ഞാൻ അവന്മാരുടെ കോട്ടയ്ക്കകത്ത് കയറി ഇറങ്ങി ഒറ്റയ്ക്ക് പോകാറുണ്ട്. രാത്രിയും പകലും എല്ലാം ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. ലൈവിലാണ് വരുന്നത്. കാരണം എന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന ആ ഏരിയയിലുള്ളവർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ കൊട്ടേഷൻ കൊടുത്തവർക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ മാഗീൻ വന്ന സ്ഥിതിക്ക് മാഗീൻ അറിയാവുന്നവർക്കെല്ലാം എന്റെ പേരും എന്റെ ഫോട്ടോയും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും. നീ കൊടുക്കടാ, ഞാൻ അവിടെ തന്നെ ലൈവിൽ പോകാം. ഞാൻ ആ ഭാഗത്ത് എനിക്ക് തന്നെ ലൈവിൽ ചെയ്യാം. നീ പറ്റുമെങ്കിൽ നീ വീണ്ടും കൊടുത്തു കൊട്ടേഷൻ. നീ ആരെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനും നടക്കുന്നത്? അല്ല, അറിയാണ്ട് ചോദിക്കുക. നീ ലൈവിൽ വരാൻ പറ്റുമെങ്കിൽ വാ. നിന്റെ കണ്ണടിച്ച് ഞാൻ പൊളിക്കൂന്ന് പറഞ്ഞത് ചുമ്മാതെ കണ്ണടിച്ച് പൊളിക്കൂന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വട്ടാണോ നിന്നെ വന്ന് ചുമ്മാതെ കണ്ണടിച്ച് പൊളിക്കാൻ? നിന്റെ കയ്യിലിരിപ്പിനാണ് ആ വിവരം കെട്ടവനെ. എടാ സുഡാപ്പിക്ക് ഉണ്ടായവനെ നിന്റെ സോക്കേടിന് തീർത്തു തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ നാട്ടിലിരുന്നു കൊണ്ട് എന്താ പറഞ്ഞേ? നീ നാട്ടിലിരുന്നു കൊണ്ട് ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്മാര്, കഴിവേറെ മക്കള് ഇവിടെ ഇസ്രായേലിൽ കയറി പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു പോയതും ഓപ്പനകത്തിട്ട് ചുട്ടരിച്ചിട്ട് പോയതും കാണുന്ന പെൺകുട്ടികളെല്ലാം ബലാത്സംഗത്തിന് മാറിയും തിരിയും അപ്പനും മോനും കയറി ഇറങ്ങി ബലാത്സംഗം ചെയ്ത് തല്ലാഹു കുക്കും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്ത് കഴുത്തറുത്ത് കൊന്നിട്ട് അവരുടെ മേലിൽ മൂത്രമൊഴിച്ചിട്ടതും ഒന്നും നിന്റെ കണ്ണിൽ കണ്ടില്ല. അതെല്ലാം പോരാട്ടം. ഹമാസ് തീവ്രവാദികൾ നടത്തിയ പോരാട്ടം. നിനക്ക് ആ തീവ്രവാദികൾ നിനക്ക് നല്ല വിളയും. ഇവിടെ ചോറും കൊടുത്ത്, ആഹാരവും കൊടുത്ത്, വെള്ളവും കൊടുത്ത്, എണ്ണയും കൊടുത്ത് ഇവിടെ പോറ്റി പുലർത്തുന്ന ഇസ്രായേൽ. നീ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ കയറി സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിനക്ക് തരുന്ന പ്രൊട്ടക്ഷൻ അത്രയ്ക്കും വലുതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് കയറി ഇനി നിലയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവന്റെ നമ്മന്റെ നാട്ടിൽ പോയിട്ട് അവന്റെ രാജ്യത്തിന് വിരോധമായിട്ട് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പിടിച്ച് അവനെ പിടിച്ച് ജയിലിലിടുകയോ കഴുത്തിറക്കുകയോ ചെയ്യും. അവൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിരുന്നു കൊണ്ട് അവൻ എങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് കിട്ടിയ പ്രിവിലേജ് അത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത്രയ്ക്കും ആയത്. മനൂപ് കേരള കോടിമൈര നിന്റെ ഉമ്മാടാ. മനൂപ് കേരള നിന്റെ ഉമ്മയെ പറഞ്ഞാൽ മതി. ഇവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ ഇവരോട് മറുപടി പറയുന്നു. ഇവരുടെ മതത്തിനകത്ത് നിന്ന് അതിനകത്തുള്ള അനീതികളെയും വിമർശിക്കാറുണ്ട്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തി അവരെ കുറിച്ചിട്ട് അനാവശ്യം പറയുകയും അവരെ പുലഭ്യവും വേശ്യാവൃത്തി ആരോപിക്കുകയും ചെയ്യുമ്പോൾ അവർ തിരിച്ചും അതേ രൂപത്തിൽ പ്രതികരിക്കും. ഒരുപക്ഷെ എല്ലാവർക്കും അതേ രൂപത്തിൽ റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകളുണ്ട്. അവർ ഒരാളെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളിച്ച ആള് ആ വെല്ലുവിളി സ്വീകരിച്ച് ഇന്നിടത്ത് വരുന്നു എന്ന കാര്യം ഇവരറിയണ്ടേ? 1 മിനിറ്റ് റീൽസിൽ എങ്ങനെ അറിയാൻ പറ്റുക എന്നാണ് അവരുടെ ചോദ്യം. 1. 2, അവർക്ക് ഒരുപാട് വധഭീഷണി ഉണ്ടായിരിക്കെ അവർ ഭയന്ന് പിന്മാറിയിരിക്കുന്ന ആളല്ല. ചിലപ്പോൾ 7 മണിക്കൂർ 5 മണിക്കൂറൊക്കെ അവർ ലൈവ് വരുന്ന ആളാണ്. ലൈവായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. ഇൻകത്തിന് വേണ്ടിയല്ല. അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. യൂട്യൂബ് മോണിറ്റൈസ്ഡ് അല്ല, ഫേസ്ബുക്ക് മോണിറ്റൈസ്ഡ് അല്ല. അവരധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അവർ ഈ ലൈവുകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പണമുണ്ടാക്കുന്ന ആളുമല്ല. പണത്തിന് വേണ്ടി എന്തും പറയുന്ന ആളല്ല. അവർ അവരുടെ സാമുദായിക സംസ്കരണത്തിന് വേണ്ടി അവർ നിൽക്കുന്ന രാജ്യത്തിൻ്റെ അതിനോട് അവർക്കൊരു പ്രതിബദ്ധതയുണ്ട്. ആ ചോറാണ് അവർ തിന്നുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവർ ആ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവരോട് വളരെ മോശമായ രൂപത്തിൽ ചാറ്റ് ചെയ്ത് മറുപടി പറയുമ്പോൾ അവരും തിരിച്ചതേപോലെ മറുപടി പറയും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഉമ്മേനെ പൊടിമരി എന്നൊക്കെയാണ് നീ വിളിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ നായിന്റെ മോനെ. മനസ്സിലായോ? മനൂപ് കേരള ഉമ്മേനെ വിളിക്കുന്ന വിളി അങ്ങ് ഉമ്മയെ വിളിച്ചാൽ മതി. അത് ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ വന്ന് റീനയെ വിളിക്കാം എന്നൊരു മോഹം ഉണ്ടെങ്കിൽ അതിന്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ മാഗീൻ എന്ന് പറയുന്നവൻ ഇത് അവര് സ്വയം ഈ രൂപത്തിൽ ഒരാളെ തെറി പറയണം എന്ന് വിചാരിച്ച് വരുന്നതല്ല. ഞാനും ലൈവിൽ വരുമ്പോൾ മറുപടി ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നുമെങ്കിലും നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് വേണ്ട. ആ രൂപത്തിൽ എല്ലാവർക്കും ആ ക്ഷമയും സമാധാനവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു 10 വട്ടം ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിയും പുലഭ്യവും കേൾക്കുമ്പോൾ ഒരിക്കലെങ്കിലും തിരിച്ചിതുപോലെ പറയാൻ ആത്മാഭിമാനം അവരെയും പ്രേരിപ്പിക്കും.
അതുകൊണ്ടാണ് അവരും തിരിച്ച് അമ്മയെ ചേർത്ത് തെറി പറയേണ്ടി വരുന്നത്. റീലിട്ട് കളിക്കുന്നത് പോലെ അല്ല മോനെ റിയൽ ലൈഫ് വേറെയാ. അതുകൊണ്ട് നിന്റെ കർണം അടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട ഞാൻ കർണം അടിച്ച് പൊളിക്കും. നീ ലൈവിൽ വാ. നിന്റെ 2 കർണം വേണ്ടതേ. നിന്റെ 1 കർണത്തടിക്കണോ 2 കർണത്തടിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കാം. നീ ലൈവിൽ വാ. നീ താലിബാനിൽ ചെന്നപ്പോ എന്തുവാ താലിബാൻ വിസ്മയം. അവിടെയുള്ള പെണ്ണുങ്ങളുടെ കഴിവ് എന്തുവാ മുഖം പോലും കാണിക്കാതെ, അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കാതെ, അവരുടെ ചെരുപ്പ് കാല് കണ്ടാൽ പോലും അവരുടെ കാലടിച്ചു പൊട്ടിക്കുന്ന താലിബാൻ ഇവന് വിസ്മയം. ഇവര് പറയുന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും ഡൈജസ്റ്റ് ആകത്തില്ല. അഫ്ഗാനിസ്ഥാൻ എന്താണ് താലിബാനിൽ ചെയ്തത് എന്ന് നമുക്കറിയാം. ആ താലിബാനികളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വിസ്മയം എന്നെഴുതിയതും ശരിയല്ലേ? അല്ലേ? പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം വരെ മറയിട്ടു കൊടുത്തിരുന്ന ഒരു രാജ്യം വിസ്മയമാണ് എന്ന് പറയണമെങ്കിൽ ഇവരുടെയും ഉള്ളിൽ കിടന്ന് തുള്ളിത്തുടിക്കുന്നത് താലിബാൻ തന്നെയല്ലേ? KFC കഴിച്ചു കഴിഞ്ഞാൽ KFCയുടെ ഓഹരി മുഴുവൻ ആർക്ക് പോകും? ഇസ്രായേലിന് പോകും. നീ ഇപ്പൊ ടൂറിസ്റ്റുകൾ വന്നപ്പോഴത്തേക്കും ഇതിന്റെ ഓഹരി ആർക്കാണ് പോയത്? ഇസ്രായേലിനല്ലേ പോയത്? മുഹമ്മദ് ജംഷീർ തള്ളയ്ക്ക് മൂത്തോ? അതെ, ഉമ്മയ്ക്ക് മൂത്തത് കൊണ്ടേ മുഹമ്മദ് ജംഷീറെ ഉസ്താദുമാരുടെ കൂടെ ഉമ്മ ഇപ്പൊ പോയി കൊടുത്തു വാങ്ങുക എന്നാണ് ഇതിന് പറയുക. ചില കാരണവന്മാരുണ്ട്, എരന്നു വാങ്ങും അവർക്ക് കിട്ടാനുള്ളത് എന്ന് പറയുന്നത് പോലെ. ഇപ്പം നമ്മുടെ തന്തയ്ക്കും തള്ളയ്ക്കും അതുപോലെ നമ്മുടെയും തന്തയും തള്ളയും സഹോദരങ്ങളെയും ഒക്കെ ചേർത്ത് തെറി പറയുമ്പോൾ എല്ലാവരും മിണ്ടാതെ ക്ഷമിച്ച് മാന്യത നോക്കി മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് കരുതി മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കരുത്. ഉരുളയ്ക്കുപ്പേരി പോലെ ഇങ്ങോട്ട് കിട്ടുന്ന അതേ നാണയത്തിൽ അതല്ലെങ്കിൽ 10 മടങ്ങ് തിരിച്ചു കിട്ടിയെന്നിരിക്കും. വാങ്ങുക, മിണ്ടാതിരിക്കുക. നന്ദി.